ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ബിഗ് ഓ നൊട്ടേഷനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ അതിന്റെ എക്സാമ്പിൾ കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ അത് കൂടുതൽ എക്സാമ്പിൾസ് വെച്ചിട്ട് ഉള്ളത് ഇട്ട് തരാം. ഓക്കെ, നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് സെക്കൻഡ് മോഡ്യൂളാണ്. അതായത് പിന്നെ അറേസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അറേസ് നമ്മൾ സിയിലും C++ലും ഒക്കെ നോക്കിയത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഈസി ആയിരിക്കും. എന്നാലും അത് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഡാറ്റ സ്ട്രക്ചർ നമുക്ക് നന്നായിട്ട് പഠിച്ചു പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അറേസിന്റെ കൺസെപ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അറേസ് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡാറ്റ. അതിനെയാണ് എന്ത് പറയുന്നത്? അറേസ് പറയുന്നത്. ഓക്കെ, കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡാറ്റ, അതായത് സെയിം ടൈപ്പിലുള്ള മോർ ദാൻ വൺ ഡാറ്റയെ ഗ്രൂപ്പ് ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്? അറേസ് പറയുന്നത്. അതായത് സിംഗിൾ നെയിമിൽ അല്ലെ, നോർമലി നമ്മൾ സിംഗിൾ നെയിമിനകത്ത് ഒരു വാല്യൂല് സ്റ്റോർ ചെയ്യാറുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഒരു നെയിമിനകത്ത് തന്നെ മോർ ദാൻ വൺ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ അറേ നൊട്ടേഷൻ കൊടുക്കുന്ന എങ്ങനെ, ഡിക്ലറേഷൻ കൊടുക്കുന്ന എങ്ങനെയായിരിക്കും? ഇന്റ് എ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇപ്പൊ 10 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാല് എന്തായി? ഒരു അറേ നമ്മൾ ഡിഫൈൻ ചെയ്തൂടെ അല്ലെ? അതിന്റെ സൈസ് എത്രയാണ്? 10 ആയിട്ട് ഡിഫൈൻ ചെയ്തു. അതിന്റെ ടൈപ്പ് എന്താ? ഇന്റിജർ ആണ്. അപ്പൊ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എല്ലാ ഡാറ്റയും എന്തായിരിക്കും? ഇന്റിജർ ആയിരിക്കും. അതിന്റെ സൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ മെമ്മറി എങ്ങനെയായിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്? ഒരു 10 സൈസ് ഉള്ള ഒരു ലൊക്കേഷൻ ഇവിടെ അലോക്കേറ്റ് ചെയ്യും അല്ലെ? ഇതിന്റെ നെയിം എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, ഇതിന് എത്ര ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു? 10 ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെ 10 ലൊക്കേഷൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര പറയാ? ഇവിടെ നമ്മൾ ഓരോ പൊസിഷനെ, ഓരോ മെമ്മറിയെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു നെയിമിനകത്താണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഡിഫറെന്റ് ഡാറ്റയാണ്, സെയിം ടൈപ്പിലുള്ള ഡിഫറെന്റ് ഡാറ്റയാണ് അല്ലെ? അപ്പൊ ഓരോ ഡാറ്റയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഇത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, അങ്ങനെ നമ്മൾ പൊസിഷൻ പറയണം അല്ലെ? പൊസിഷൻ പറയണമെങ്കിൽ നമ്മുടെ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലായിരിക്കും. നമ്മൾ സിയിലും C++ലും ജാവയിലും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇതിനെ പറയുന്നത് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻഡെക്സ്. അപ്പൊ അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയിലാണ്? 0-ലാണ്. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് 1, 2, 3 അങ്ങനെ ഏതുവരെ പോകും? ഇതിന്റെ സൈസ് 10 ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9 ആയിരിക്കും. എന്താണ്? ഇൻക്ലൂഡിങ് 0 വരുന്നത്. അങ്ങനെയാണ് 10 ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ സപ്പോസ് 100, 200 ഇങ്ങനെ സ്റ്റോർ ചെയ്ത് പോവാന്ന് വെക്കുമോ? ഇതാണ് സപ്പോസ് ഞാൻ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്തതെങ്കിൽ അല്ലെ, നമ്മളിപ്പോ A(0) എന്ന് പറയുമ്പോൾ വാല്യൂ എന്താണ്? 100 ആണ്. A(1) എന്ന് പറയുമ്പോൾ വാല്യൂ എന്താണ്? 200 ആണ് അല്ലെ? A(2) എന്ന് പറയുമ്പോൾ എത്രയായി? 300 ആയി. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഓരോ പൊസിഷനിലും നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്യാനായാലും റീഡ് ചെയ്യാനായാലും അതിന്റെ ഇൻഡെക്സ് പറഞ്ഞിട്ട് വേണം പറയാൻ. അപ്പൊ എ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ എങ്ങനെ പറയും? A(0) എന്ന് പറയുമ്പോൾ എന്തായി? 100 ആയി. ഓക്കെ, അതുപോലെ A(1) എന്ന് പറയുമ്പോൾ എത്രയായി? 200 ആയി. ഓക്കെ, A(2) എന്ന് പറയുമ്പോൾ എത്രയായി? 300 ആയി അല്ലെ? അങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മൾ അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് പൊസിഷൻ പറയണം. അതുപോലെ റിസീവ് ചെയ്യണമെങ്കിലും തിരിച്ച് റിട്രീവ് ചെയ്യണമെങ്കിലും എന്ത് വേണം? ഇൻഡെക്സ് പൊസിഷൻ അവിടെ പറയണം. ഓക്കെ, ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് എത്രയാണ്? 0-ലും എൻഡ് ചെയ്യുന്നത് പറയുന്നത് ഇതിന്റെ സൈസ് -1 ആയിരിക്കും. ഓക്കെ, ഇവിടെ n ആണ് കൊടുക്കുന്നതെങ്കിൽ n-1 എന്ന് കൊടുക്കാം. എന്നിട്ട് n-നെ നമ്മൾ റീഡ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ റൺ ടൈമിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും എത്ര സൈസ് വേണം എന്നുള്ളത്. മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടെ ഇതിന്റെ അറേയുടെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു മെമ്മറി ലൊക്കേഷൻ കാണുമല്ലോ. നോർമലി നമ്മൾ പറഞ്ഞു ഇന്റ് എ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ മെമ്മറിയിലാണ്, അവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന മെമ്മറി ഏതാണോ ആ ഒരു പർട്ടിക്കുലർ മെമ്മറിയിലാണ് അലൊക്കേഷൻ നടക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ ഇവിടെയും എന്താണ്? ഒരു മെമ്മറി അലൊക്കേഷൻ നടക്കണം അല്ലെ? സപ്പോസ് ഇതിന്റെ മെമ്മറി അഡ്രസ് 5000 ആണെന്ന് വെക്കൂ. ഓക്കെ, 5000 ആണെന്ന് വെക്കൂ. സ്റ്റാർട്ടിങ് ഈ എയുടെ 100 എന്ന് പറയുന്ന ലൊക്കേഷന്റെ അഡ്രസ് 5000 ആണെങ്കിൽ ഇതിന് മൊത്തത്തിൽ 5000 എന്ന് പറയുന്ന ലൊക്കേഷൻ അല്ല എടുക്കുന്നത് അല്ലെ? ഓരോ പൊസിഷൻ, അതായത് ഈ 100th പൊസിഷന് മാത്രമാണ് ഈ 5000 വരുന്നത്. 5000 സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ 10 ലൊക്കേഷൻ എടുക്കും. ഓക്കെ, 10 ലൊക്കേഷൻ എടുക്കും എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് നോർമലി വരുമ്പോൾ ഇവിടെ എത്ര വരണം? നമുക്ക് 5001 എന്നാണ് നമ്മൾ നോർമലി അല്ലെ? നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ 1 കൊടുക്കണം. പക്ഷെ ഇവിടെ അങ്ങനെ വരില്ല. എന്തുകൊണ്ടാണ്? ഇത് ഡാറ്റ എന്താണ്? ഇന്റിജർ ആണ്. ഓക്കെ, ഇന്റിജർ ഡാറ്റയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇന്റിജർ ഡാറ്റ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇവിടെ 5002 ആയിരിക്കും.
ഓക്കെ, എന്തുകൊണ്ടാണ് ഇന്റിജറിന്റെ മെമ്മറി സൈസ് എന്ന് പറയുന്നത് 2 ബൈറ്റ് മെമ്മറിയാണ്. അപ്പം 5000 + 2 അതാണ് നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീണ്ടും അടുത്ത ലൊക്കേഷൻ പോകുമ്പോൾ എത്ര വരും? 5004 വരും. അടുത്ത ലൊക്കേഷൻ പോകുമ്പോൾ എത്ര വരും? 5006 വരും. മനസ്സിലായോ? അപ്പൊ ഏറ്റവും ലാസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് 9 അല്ലേ? അപ്പൊ 9 ആവുമ്പോൾ എത്ര വരും? 5018. ഓക്കെ, 20 വരില്ല. എന്തുകൊണ്ടാണ്? 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, 5000ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ 5002ലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ എത്രയിൽ വരും? 20യിൽ വരും. മനസ്സിലായോ? അങ്ങനെയാണ് പോകുന്നത്. നമ്മൾ ലൊക്കേഷൻ ഓരോ 2 വെച്ച് ഇൻക്രീസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ലാസ്റ്റ് ലൊക്കേഷൻ എത്രയാണെന്നുള്ളത്. നമുക്ക് ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ ലാസ്റ്റ് ലൊക്കേഷൻ എത്രയായി? 5018 ആയി. ഓക്കെ, ഇത് ഇത്രയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഡാറ്റ റീഡ് ചെയ്യണമെങ്കിൽ എന്താണ്? റിപ്പീറ്റ് ആണ് അല്ലെ, റീഡ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ആണ് അല്ലെ. ഓരോന്നിലും നമ്മൾ ഇൻക്രീസ് ചെയ്ത് പോയിട്ട് വാല്യൂ റീഡ് ചെയ്തെടുക്കണം അല്ലെ. പ്രിന്റ് എഫ് ആണെങ്കിൽ അല്ല, സ്കാൻ എഫ് ആണെങ്കിൽ കൊടുക്കാം, അത് കൊടുക്കാം. അതല്ല സി ഔട്ട് വെച്ചിട്ടാണ്, C++ലാണെങ്കിൽ സി ഇൻ വെച്ചിട്ട് വാല്യൂ റീഡ് ചെയ്തെടുക്കാം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോൾ എന്താണ്? ഏതേത് ലൊക്കേഷൻ എന്ന് പറയണമെങ്കിൽ എന്താണ്? 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പോകണം അല്ലേ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് പോകല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. For I is equal to സ്റ്റാർട്ടിംഗ് വാല്യൂ എത്രയാ വരേണ്ടേ? 0 അല്ലെ. സെമികോളൻ I less than എത്ര കൊടുക്കണം? 10. I 1 വെച്ച് ഇൻക്രീസ് ചെയ്യണം അല്ലെ. അപ്പൊ 0, 1, 2, 3 എന്നാ പോകുന്നത് അല്ലെ. അപ്പൊ I 1 വെച്ച് ഇൻക്രീസ് ചെയ്യണം അല്ലെ. അപ്പൊ I++ പറഞ്ഞു. ഇതിനകത്ത് എന്ത് കൊടുക്കാം? scanf %d അഡ്രസ് ഓഫ് A of I ആണ് ഇവിടെ കൊടുക്കേണ്ടത്. കണ്ടോ? A of I, അഡ്രസ് ഓഫ് A of I പറയണം അല്ലെ. നമ്മൾ പറഞ്ഞു സ്കാനഫ് പറയുമ്പോൾ ആംപർസെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അഡ്രസ് ഓപ്പറേറ്റർ ആണ്. ഇതൊക്കെ നമ്മൾ സിയിൽ പറഞ്ഞിട്ടുള്ളതാ അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? A of I എന്ന് പറയുമ്പോൾ ith പൊസിഷൻ ബിഗിനിങ്ങിൽ 0, അത് കഴിഞ്ഞ് I ഇൻക്രീസ് ചെയ്തിട്ട് എത്രയായി? 1 ആയി. അപ്പൊ 1 എന്ന് പറയുന്ന പൊസിഷനിൽ അടുത്ത വാല്യൂ റീഡ് ചെയ്യും. വീണ്ടും അത് 2 ആയി. വീണ്ടും അടുത്ത വാല്യൂ റീഡ് ചെയ്യും. അങ്ങനെ മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് വാല്യൂ നമുക്ക് അറേസിലോട്ട് റീഡ് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്നത് സിംഗിൾ ഡയമെൻഷനിൽ അറേയാണ് അല്ലെ. നമുക്ക് അറേസ് പറയുമ്പോൾ 2 ടൈപ്പ് അറേ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? സിംഗിൾ ഡയമെൻഷനിൽ അറേയും പറഞ്ഞു, 2 ഡയമെൻഷനിൽ അറേയും പറഞ്ഞു അല്ലെ. ഇത് സിംഗിൾ ഡയമെൻഷനിൽ അറേ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? ഒരു റോ വിത്ത് മോർ ദാൻ 1 കോളം, അതാണ് സിംഗിൾ ഡയമെൻഷനിൽ അറേ എന്ന് പറയുന്നത്. മനസ്സിലായി? സിംഗിൾ റോ വിത്ത് മോർ ദാൻ 1 കോളം അല്ലെ. സിംഗിൾ റോ വിത്ത് മോർ ദാൻ 1 കോളം ആണ് സിംഗിൾ ഡയമെൻഷനിൽ അറേ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഡാറ്റ റീഡ് ചെയ്യണമെങ്കിൽ എന്താണ്? ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇതിനകത്ത് വാല്യൂ റീഡും റൈറ്റും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെയാണ് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? അടുത്തൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് for I is equal to വീണ്ടും 0 കൊടുക്കണം അല്ലെ. വീണ്ടും എന്താണ്? ഇനിഷ്യലൈസ് ചെയ്യണം അല്ലെ. എന്തുകൊണ്ട്? I ഇവിടെ മാക്സിമം ആവുമ്പോഴാണ് ലൂപ്പിൽ നിന്ന് ഔട്ട് ചെയ്യുന്നത് അല്ലെ. വീണ്ടും ഇനിഷ്യലൈസ് ചെയ്യാം, റീഇനിഷ്യലൈസ് ചെയ്യാം. എന്നിട്ട് I less than 10, I++ പറഞ്ഞു. ഇതിലെങ്ങനെ പറയാം? printf %d. ഇതിനകത്ത് തന്നെ വേണമെങ്കിൽ ഒരു ഗ്യാപ്പോ ന്യൂ ലൈനോ ഇടാം. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് പറയും? A of I അല്ലെ. നമ്മൾ പ്രിന്റ്എഫിനകത്ത് ആംപർസെന്റ് സിമ്പിൾ ഒന്നും യൂസ് ചെയ്യില്ല. ആംപർസെന്റ് സിമ്പിൾ യൂസ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? നമ്മളിപ്പം ഫസ്റ്റ് പൊസിഷൻ അല്ലെ, 0th പൊസിഷനിൽ പ്രിന്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ശരിയായിട്ട് 100 ആണ് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലെ. ആ സമയം ഞാനിവിടെ ഒരു ആംപർസെന്റ് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? അതിന്റെ അഡ്രസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. അതായത് 5000 എന്നുള്ളതായിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് തന്നെ മാറിപ്പോകും. മനസ്സിലായോ? അപ്പൊ ഒരിക്കലും പ്രിന്റ്എഫിനകത്ത് ആംപർസെന്റ് സിമ്പിൾ യൂസ് ചെയ്യരുത്. കാരണം അത് എന്താണ്? അഡ്രസ് ഓപ്പറേറ്റർ ആണ്. അഡ്രസ് ആയിരിക്കും അത് പിക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അഡ്രസ് ഓഫ് അല്ലെങ്കിൽ ആംപർസെന്റ് ഓഫ് A of I എന്ന് പറഞ്ഞാൽ A of ഐയുടെ പൊസിഷൻ ഏതാണോ ആ ഒരു പർട്ടിക്കുലർ പൊസിഷന്റെ അഡ്രസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ഞാനിപ്പോ 3rd പൊസിഷനിൽ നിന്നിട്ടാണ് ആംപർസെന്റ് ഓഫ് A of I എന്ന് കൊടുക്കുന്നെങ്കിൽ 5006 ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് ഇവിടെ അറേയില്, സിംഗിൾ ഡയമെൻഷണൽ അറേയില് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പൊ സിംഗിൾ ഡയമെൻഷണൽ അറേ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇനിയിപ്പോ ഇതിൽ തന്നെ ഒരു പർട്ടിക്കുലർ വാല്യൂ അല്ലെ, ഒരു ഡാറ്റ എനിക്ക് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ്, ഈ ഇതിനകത്ത് ഞാനിപ്പോ 100, 300, 400, 500 എന്നും പറഞ്ഞിട്ടാണ് റീഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് വെച്ചോളൂ, 100 ഡിഫറൻസിൽ അങ്ങനെയാണെന്ന് വെച്ചോളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ സെർച്ച് ചെയ്യാണ് 500 ഇതിനകത്ത് ഉണ്ടോ എന്നുള്ള സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ആദ്യം ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ട് 500 ആണോ നോക്കും, അല്ല. അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ട് 500 ആണോ നോക്കി, അല്ല. വീണ്ടും തേർഡ് പൊസിഷൻ, അപ്പൊ ലൂപ്പിനകത്ത് അല്ലെ, ലൂപ്പിനകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി.
ആണോ നോക്കി, അല്ല, ഇവിടെയും അല്ല, ഇവിടെ വന്നപ്പോൾ ആയി അല്ലേ. അപ്പൊ ഇവിടെ വന്നപ്പോൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെർച്ചിങ് കണ്ടിന്യൂ ചെയ്യണ്ട അല്ലെ, അവിടെ വെച്ച് തന്നെ ബ്രേക്ക് ചെയ്ത് പുറത്തു വരാം അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും സെർച്ച് ചെയ്യുന്നത്? സെർച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കാം, ഞാൻ ഒരു പ്രിന്റ് ഒരു മെസ്സേജ് കൊടുത്തു, എന്റർ എ നമ്പർ ടു ബി സെർച്ച്ഡ് അല്ലെ. സെർച്ച് ചെയ്യേണ്ട നമ്പർ ഇവിടെ കൊടുക്കാം. അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻഎഫ് യൂസ് ചെയ്ത് %d എന്താണ് അഡ്രസ് ഓഫ് n എന്നും പറഞ്ഞിട്ട് ആ വാല്യൂ റീഡ് ചെയ്തു. ഡിക്ലറേഷൻ പാർട്ട് അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതൊക്കെ നമ്മൾ സീല് പഠിച്ചതാ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാതെ അത് മാത്രം പറയുന്നത്. അത് നമുക്ക് ഫുൾ ആയിട്ട് വേണമെങ്കിൽ ആ പ്രോഗ്രാം സെർച്ചിന്റെ പ്രോഗ്രാം നമുക്ക് വേറെ എഴുതാം. ഓക്കെ, ഞാനിപ്പോ ആ ഒരു ബ്ലോക്ക് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ. സെർച്ച് ചെയ്യേണ്ട നമ്പർ ഇവിടെ റീഡ് ചെയ്തു. റീഡ് ചെയ്തതിന് ശേഷം എന്താണ്, ഫോർ i is equal to 0, i less than 10, i plus plus. ഓക്കെ, ഇതിനകത്ത് എന്താണ് കണ്ടീഷൻ ഇടുക അല്ലെ. if എന്താണ് വേണ്ടേ, a of i equal to double equal to കൊടുക്കണം അല്ലെ. സെർച്ച് ചെക്കിംഗ് ആണ്, double equal to കൊടുക്കണം. double equal to n ആണെങ്കിൽ എന്ത് ചെയ്യാം, എന്താ ചെയ്യാം, കണ്ടിന്യൂ ചെയ്യണ്ട പിന്നെ അല്ലെ. നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ട് ഏത് പൊസിഷനിലാണെന്നുള്ളത് പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ട് ബ്രേക്ക് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ എന്താ, printf number found at position %d അല്ലെ. ഇങ്ങനെ കൊടുത്തിട്ട് കോമ ഇട്ടിട്ട് എന്ത് കൊടുക്കാം, i പറയാം. കണ്ടോ, ith പൊസിഷനിൽ ഇപ്പൊ നമ്മൾ ഏതാണ് i+1 കൊടുക്കണം. എന്തുകൊണ്ടാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഫോർത്ത് ഇൻഡെക്സിൽ വരുമ്പം എന്താണ് ഫോർത്ത് പൊസിഷനിൽ ആക്ച്വൽ പൊസിഷൻ ഏതാണ് 5 ആണ് അല്ലെ. ഇൻഡെക്സ് ആണ് 4 വരുന്നത്. അപ്പൊ എന്താ കൊടുക്കുക, i+1 കൊടുക്കുക. ഈ %d ഈ i+1 ഇവിടെ റീപ്ലേസ് ആവും അല്ലെ. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യണ്ട എങ്കിൽ ഇവിടെ എന്ത് കൊടുക്കുക, ബ്രേക്ക് കൊടുക്കാം. ഓക്കെ, ബ്രേക്ക് കൊടുത്തിട്ട് ഇഫ് ക്ലോസ് ചെയ്തു, 4 ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ ഇതാണ് ഇതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന എന്താണ്, നമ്മൾ സെർച്ച് ചെയ്യേണ്ട എന്നിന്റെ വാല്യൂ റീഡ് ചെയ്യുക, സെർച്ച് ചെയ്യേണ്ട എലമെന്റ് ഏതാണോ റീഡ് ചെയ്യുക. ആ എലമെന്റ് റീഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇവിടെ പിന്നെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ പറഞ്ഞു, ഇവിടെ a of i double equal to n ആണെന്ന് നോക്കി. ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പൊസിഷൻ ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം ബ്രേക്ക് ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, ഇല്ലെങ്കിൽ അല്ലെ, ഞാനിപ്പോ കൊടുത്ത 505 ആണ് ഞാൻ സെർച്ച് ചെയ്തതെങ്കിൽ ഇല്ലെങ്കിലും നമുക്കൊരു മെസ്സേജ് വരണം അല്ലെ. അപ്പൊ അങ്ങനെ മെസ്സേജ് വരണമെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ ചെക്ക് എന്നോ CHK എന്നോ ഒരു വാല്യൂ ഞാൻ ഇവിടെ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ഓക്കെ, 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തതിന് ശേഷം ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫൗണ്ട് ചെയ്താൽ, ഓക്കെ, അതായത് ഫൗണ്ട് ചെയ്താലാണ് ഈ ഇഫിൽ കയറുക അല്ലെ, അല്ലെങ്കിൽ ഈ ഇഫിൽ കയറുന്നില്ല. ആ ഫൗണ്ട് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ CHKയുടെ വാല്യൂ അങ്ങ് മാറ്റുക. CHK equal to 0 ആക്കി. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ബ്രേക്ക് പറയാം. ഓക്കെ, അതിനുശേഷം ബ്രേക്ക് കൊടുക്കാം. അതായത് ഫൗണ്ട് ചെയ്താൽ ഈ ഞാൻ ഇനിഷ്യലൈസ് ചെയ്തത് 1 എന്നുള്ള വാല്യൂനെ മാറ്റിയിട്ട് എന്താക്കി, 0 ആക്കി. മനസ്സിലായോ? അപ്പൊ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു കണ്ടീഷൻ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇഫ് CHK ഈക്വൽ ടു 1 തന്നെ ആണെങ്കിൽ ഇതിൽ കേറിയിട്ടില്ല അല്ലെ. ഇതിൽ കയറിയാൽ എന്തായി, CHK 0 ആയി അല്ലെ. അപ്പൊ CHK ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് കൊടുക്കാം, ഇവിടെ printf നോട്ട് ഫൗണ്ട് എന്ന് മെസ്സേജ് കൊടുക്കാം. ഓക്കെ, അതാണ് ഇതിന്റെ പിന്നെ 2 കണ്ടീഷൻ വരുന്നത്. ഇത് സെർച്ച് ചെയ്താൽ എന്താണ് വേണ്ടത്, സെർച്ച് ചെയ്തില്ല അതിനകത്ത് ആ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളതാണ് 2 കണ്ടീഷൻ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ വാല്യൂ റീഡ് ചെയ്തു, ഇതിനിടയ്ക്ക് വേണം ഇത് വരാൻ അല്ലെ. ഇത് ചെയ്തതിന് ശേഷം ആദ്യം ഡാറ്റ റീഡ് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കുക, CHK എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതൊരു ഫ്ലാഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫൗണ്ട് ചെയ്താൽ എന്താണ് 0 ആകും, ഇല്ലെങ്കിൽ ഈ 1 തന്നെ അവിടെ റീറ്റെയിൻ ചെയ്യും അല്ലെ. നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. മനസ്സിലായോ? ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം, അതായത് ഫൗണ്ട് ചെയ്താൽ മാത്രമേ ഈ CHKയുടെ വാല്യൂ മാറുന്നുള്ളൂ. മനസ്സിലായില്ല, അതൊരു ഫ്ലാഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പൊസിഷൻ പ്രിന്റ് ചെയ്തു, CHKയുടെ വാല്യൂ മാറ്റി, അതിനുശേഷം ബ്രേക്ക് ചെയ്തു. ഓക്കെ, സപ്പോസ് അത് നമ്മൾ ഫൗണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ CHK 1 തന്നെയായിരിക്കും. അപ്പൊ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, printf എന്താണ് നോട്ട് ഫൗണ്ട് എന്നുള്ള മെസ്സേജ് കൊടുക്കുക. ഈ സെർച്ചിനെ പറയുന്ന പേരാണ് ലീനിയർ സെർച്ച്. ഓക്കെ, നമ്മൾ സീൽ ചെയ്ത പ്രോഗ്രാം ആണ് അല്ലെ, ലീനിയർ സെർച്ച് ആണ്. ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്,
ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ചെക്ക് ചെയ്ത് പോവാം. ഓക്കെ, ചെക്ക് ചെയ്ത് പോയിട്ട് എവിടെയെങ്കിലും ഫൗണ്ട് ചെയ്താൽ മാത്രം അത് പൊസിഷൻ നമ്മുടെ ഫ്ലാഗ് മാറ്റിയതിന് ശേഷം എക്സിറ്റ് ചെയ്യുന്നു അല്ലെ. അത് അതായത് ഫസ്റ്റ് ലാസ്റ്റ് ചെക്ക് ചെയ്യുന്നതിന് ആ ഒരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ അടുത്തൊരു മെത്തേഡ് ഉണ്ട്, അതായത് ബൈനറി സെർച്ച് എന്ന് പറയും. ബൈനറി സെർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഓക്കെ, അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്ത് മിഡ് പൊസിഷൻ എടുക്കും. മിഡ് പൊസിഷനേക്കാളും ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഗ്രേറ്റർ ആണെങ്കിൽ എന്തായിരിക്കും, സെക്കൻഡ് ഹാഫ് ചെക്ക് ചെയ്യുക. ലെസ് ആണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ചെക്ക് ചെയ്യുക. മനസ്സിലായോ? അതാണ് ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത്. അതിന്റെ പ്രോഗ്രാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ അത് കമന്റ് ചെയ്യാം, മനസ്സിലായില്ലെങ്കിൽ അതും കമന്റ് ചെയ്യാം. ഏത് പോർഷനാണ് മനസ്സിലാകാത്തതെന്നുള്ളത് കമന്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്. ഓക്കെ, നമുക്ക് വീണ്ടും നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.